ശ്രീ അനിൽകുമാർ, പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പോലീസ് നേതൃത്വം അംഗീകരിക്കുന്നു. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ കുട്ടികൾക്ക് അവരുടെ മാതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ 2019 ആ സംഭവത്തെ തുടർന്ന് അതിശക്തമായ നടപടികൾ സർക്കാർ എടുത്തു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്നിട്ട് ഏതാണ്ട് ആ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രതിയുടെ അവിടേക്കുള്ള ആ കുടുംബത്തിന് നേരെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിയുടെ തെറ്റായ നിലപാട് അതിനെതിരായിട്ട് സർക്കാരിന് നല്ല പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ അനിൽകുമാർ, നേരത്തെ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആദ്യത്തെ കൊലപാതകത്തിൽ, അതായത് കുട്ടികളുടെ അമ്മയെ കൊലപ്പെടുത്തിയ സമയത്ത് പോലീസ് വളരെ കൃത്യമായി കാര്യനിർവഹണം നടത്തിയെന്നാണ്. നമ്മുടെ പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറ്റം കഴിഞ്ഞ ശേഷം, കുറ്റം നടന്ന ശേഷം പ്രതികളെ അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായി ഏറ്റവും വേഗത്തിൽ കുറ്റപത്രം നൽകുക മാത്രമല്ലല്ലോ, കുറ്റകൃത്യം തടയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടി പോലീസിനുണ്ടല്ലോ. പോലീസ് നേതൃത്വം ഇന്ന് സമ്മതിക്കുന്ന, പോലീസ് നേതൃത്വത്തിന് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഗുരുതരമായ വീഴ്ചയെ ആർക്ക് ന്യായീകരിക്കാനാകും? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ പ്രകടമായി ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുള്ളതായി കാണാനാവുന്നില്ല. കാരണം കുറ്റപത്രം സമയത്ത് കൊടുത്തത് കൊണ്ടാണ് ഏതാണ്ട് 3 കൊല്ലക്കാലം 4 കൊല്ലക്കാലം അയാൾ ജയിലിൽ കിടന്നത്. അവിടെ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച എന്ന് പറയുന്നത്, ഒരു കൊലപാതക കേസിലെ പ്രതി വന്ന് താമസിക്കുമ്പോൾ പോലീസ് അവിടെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു വന്നതെങ്കിലും അതേ ജാഗ്രത 5 കൊല്ലം മുമ്പുണ്ടായ ജാഗ്രത തുടർന്നില്ല. SHO മാറി മാറി വരും. അപ്പോൾ കേസെടുത്ത കാലത്തെ SHO ആയിരിക്കത്തില്ല ഇപ്പോൾ ഉണ്ടാകുക. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇന്നത്തെ ഗൗരവങ്ങൾ വേണ്ടത്ര ഉൾക്കൊള്ളാതെ, ഈ പ്രതിയുടെ സ്വഭാവ വിശേഷങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളാതെ, ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തൊരു SHO ആണെങ്കിൽ അയാൾക്ക് ആ പ്രതിയുടെ സ്വഭാവങ്ങൾ അറിയാം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അതിന്റെ ഭാഗമായിട്ട് അതറിയില്ലെങ്കിലാണ് നാട്ടുകാരും ഈ കൊല്ലപ്പെട്ട മനുഷ്യരും ചേർന്ന് അവിടെ ചെന്ന് പരാതി കൊടുത്തത്. ശ്രീ അനിൽകുമാർ, അതറിയില്ലെങ്കിലാണ്, SHOക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഫയൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അറിയാം. അതൊന്നും വേണ്ട. ഈ നാട്ടുകാരും 11ാം വാർഡിലെ നിവാസികൾ എന്ന പേരിൽ എല്ലാവരും കൂടി നൽകിയ ഒരു പരാതിയും, ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ ഞാൻ കൊല്ലപ്പെടുമെന്ന് ഭയക്കുന്നു, ഞങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്ത പരാതി അവഗണിച്ചതിനാണ് SHO ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയല്ലേ ഷാനി പറയുന്നിടത്താ ഞാനും നിൽക്കുന്നേ. അല്ല, 5 വർഷം മുൻപ് ഉണ്ടായിരുന്ന, അന്ന് 5 വർഷമായി തുടർന്ന് പോന്നിരുന്ന ജാഗ്രതയിൽ ഇപ്പോഴുണ്ടായ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു കെട്ടിയ കുട്ടികൾ ഇരിക്കുമ്പോൾ താങ്കൾക്ക് അത് പറയാൻ കഴിയില്ലായിരുന്നു. ശ്രീ അനിൽകുമാർ, എത്ര ഗുരുതരമായ പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ഇപ്പോൾ ഉണ്ടായത് എന്ന് നേരിട്ട് പറയാൻ ഏത് രാഷ്ട്രീയമാണ് താങ്കൾക്ക് തടസ്സമാകുന്നത്? ശ്രീ അനിൽകുമാർ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. രാഷ്ട്രീയ നേതൃത്വം ഇത് പോലീസിൽ നിന്ന് ആവർത്തിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് എന്ന് ഒരു വട്ടം സമ്മതിച്ചാൽ അത് കേരളത്തിലെ പോലീസിന് നൽകുന്ന മെസ്സേജ് എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള തടസ്സം? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അല്ല, ഞങ്ങൾക്ക് എന്താ തടസ്സം? ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയമായി തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണോ? ആണ്. നിങ്ങളാണ് രാഷ്ട്രീയമായി പോലീസ് വകുപ്പ് ഭരിക്കുന്നത്. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഇതൊരു നടത്തു പോണ മാതിരില്ല. രാഷ്ട്രീയമായി ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി സർക്കാർ ഇടപെട്ടത്. പിണറായി സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോയത്. അന്ന് അവർ നൽകിയ പരാതി, ആവർത്തിച്ചുള്ള പരാതി, സാധാരണ കൊലയാളിയല്ല, അയാളുടെ പശ്ചാത്തലം എന്താണെന്ന് പോലീസിനറിയാം. അന്ന് ഞങ്ങൾ നൽകിയ പരാതിയിൽ ഒരു നടപടിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഇന്നിത് വരുമായിരുന്നോ? എന്റെ അച്ഛനും മുത്തശ്ശിയും ബാക്കി ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ആ കുട്ടികൾ ചോദിക്കുന്ന താങ്കൾ കേട്ടില്ലേ? തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വീഴ്ച വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിലനിൽക്കുന്നില്ല. അപ്പോൾ ചേന്നമംഗലത്തെ പോലീസ് വീഴ്ചയിൽ നടപടിയെടുത്തോ ശ്രീ അനിൽകുമാർ? അവിടെയാണ് കൃത്യമായിട്ട് പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. അതുകൊണ്ട് ഓരോ ദിവസവും പോലീസ് ചെയ്യുന്ന ഓരോ പ്രവർത്തനവും, SHO ചെയ്യുന്ന പ്രവർത്തനവും രാഷ്ട്രീയമായി മോണിറ്റർ ചെയ്യാനാവില്ല. തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാതികൾ ഉയർന്നു വന്നാൽ മുകളിലുള്ളവർ കുറെ കൂടി ജാഗ്രതയോടെ ഇടപെടേണ്ടതുണ്ട് എന്ന് അവരെയും സർക്കാർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മേളിലുള്ളയാൾ ഈ കാര്യം അറിഞ്ഞതായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിവരമില്ല.
എങ്ങനെ ഇരിക്കണം? അതെ, അറിയാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ചേന്നമംഗലത്തും സമാന സാഹചര്യം ഉണ്ടായി. കൊല്ലപ്പെടുമെന്ന് ഭയന്നിരുന്ന മനുഷ്യർ 3 പേർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. നാലാമത്തെ ആൾ മരിച്ചില്ല എന്നതിൽ വിഷമിച്ച് നടക്കുന്ന ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് ഇപ്പോൾ തെളിവെടുക്കാൻ നടക്കുന്നുണ്ട്. അന്ന് നടപടി എടുക്കാതിരുന്ന പോലീസ്. വളരെ മോശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിനെ ഇനി അഭിനന്ദിക്കാം. കേരളത്തിലെ പോലീസ് വളരെ മാതൃകാപരമായി രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ നിലയ്ക്ക് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് പോലീസിൻ്റെ മാത്രം നേട്ടം. ഏതെങ്കിലും പോലീസുകാരൻ വഴിപിഴച്ച രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അത് പിണറായി വിജയന്റെ പെടലിക്ക്. പോലീസിന്റെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ എടുത്തോട്ടെ. ശ്രീ അനിൽകുമാർ, എല്ലാം നേട്ടങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തോളൂ. പലതവണ വീണ്ടും കൊല്ലുമെന്ന് പറഞ്ഞു, അനങ്ങിയില്ല പോലീസ്. സാറിന്റെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക്. അതിന്റെ ക്രെഡിറ്റും പിണറായി വിജയൻ തന്നെ എടുത്തോട്ടെ, ആർക്കും വേണ്ട. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആകെ ഉത്തരവാദിത്വം കേരള പോലീസിനാണെന്നും ആ നിലയിൽ പോലീസ് മാത്രം കൈകാര്യം ചെയ്തൊരു കാര്യമാണ് എന്നൊരു ചിത്രീകരണം അസംബന്ധമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു. അസംബന്ധം പറയരുത് എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. കാരണം ഇന്ന് രാവിലെ മുതൽ താങ്കൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ അനിൽകുമാർ. താങ്കൾ ഇപ്പോഴും പോലീസിനെ മാത്രം കുറ്റം പറയുന്നതിൽ വേദനിക്കുകയാണ്. ഇതിൽ പോലീസിനെ അല്ലാതെ മറ്റാരെയാണ് കുറ്റം പറയേണ്ടത്? അല്ല പോലീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ വീഴ്ച എടുത്ത ഒരു പോലീസുകാരനാണോ? ഒരു പോലീസുകാരൻ്റെ വീഴ്ച. പോലീസിനെ കാണണ്ട. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നില്ലേ? പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ കൊലയാളിയേക്കാൾ വലിയ കുറ്റവാളികൾ കേരളത്തിലെ പോലീസാണ്. ചെന്താമര എന്ന് പറഞ്ഞ കൊലയാളിയേക്കാൾ കൂട്ടക്കൊലപാതകം നടത്തിയ അധമനേക്കാൾ അയാൾക്ക് കൊലപാതകം നടത്താനുള്ള സാഹചര്യം ഒരുക്കിയവർ എവിടെ നിൽക്കണം ശ്രീ അനിൽകുമാർ? ഞാൻ പറയട്ടെ, അയാൾക്ക് കൊലപാതകത്തിനുള്ള ഇരട്ട കൊലയ്ക്കുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? 2 പരിപാടി കൂടെ നടക്കത്തില്ല. എനിക്ക് മറുപടി പറയാനുണ്ട്. ഞാൻ മറുപടി പറയുന്നത് കേൾക്കുക. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കൊലപാതകം ഒരു മനോരോഗിയോ അയലോക്ക വഴക്കിൻ്റെ ഭാഗമായിട്ടോ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ നടത്തിയാൽ ഉടനെ അത് രാഷ്ട്രീയമായി CPM-ന്റെ തലയിൽ കെട്ടിവെക്കുന്ന രാഷ്ട്രീയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ നരഭോജി രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ പറയട്ടെ. എന്താന്ന് വെച്ചാ പറ. ഒരു വിട്ടുവീഴ്ചയും ഒരു കുറ്റവാളിയോട് സ്വീകരിക്കാത്ത ഒരു പോലീസാണ് കേരളത്തിലുള്ളത്. ഏതെങ്കിലും ഒരു അയൽവാസി എടുത്ത് താനിപ്പോൾ പെട്ടുപോയ കേസിൽ രക്ഷപ്പെടുക എന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല ഈ ക്രിമിനൽ പെരുമാറിയത്. ആദ്യത്തെ കൊലപാതകത്തെ തുറന്ന് കൂടുതൽ വീര്യത്തോടുകൂടി കൊലപാതക മാനസികാവസ്ഥയിലേക്ക് വന്ന മനോരോഗത്തിന്റെ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇത്തരം ആളുകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം. അയാൾ പോലീസിന്റെ കയ്യിലായിരുന്നു ശ്രീ അനിൽകുമാർ. അയാൾ ഇത്തരത്തിലൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനും അതിനെ തുടർന്ന് അയാൾ മറ്റാർക്കെങ്കിലും ജീവഹാനി ഉണ്ടാക്കാതിരിക്കാനും കരുതൽ സ്വീകരിക്കാൻ ഏറ്റവും ബാധ്യത ആർക്കാണെന്ന് ചോദിച്ചാലും പോലീസിന് എന്നല്ലാതെ മറ്റൊരുത്തരം നമ്മുടെ മുന്നിലില്ല. 100% ഞാൻ യോജിക്കുന്നു. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായ സംഭവം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത, കേരളത്തിന് പരിചയമില്ലാത്തൊരു സംഭവമാണ്. പറഞ്ഞാണ്ടല്ലോ കേസിൽ പ്രതിയായിരിക്കുന്നയാൾ വീണ്ടും കൊലപാതകത്തിന് ആ വീട്ടിൽ തന്നെ തുടരുക, അതിനാവശ്യമായി ചെയ്യുക എന്ന നില ഒരു വ്യക്തി സ്വീകരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരൊരു സംഭവം കാണുന്നത്. എന്നിട്ട് നിങ്ങൾ മുമ്പ് ചേന്ദമംഗലത്ത് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിനകത്തെ എല്ലാവരെയും വകവരുത്താനുള്ള മാനസികാവസ്ഥയോടെ ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഒരാൾ ഇറങ്ങിത്തിരിക്കുക, ടാർഗറ്റഡ് ആയിട്ട് കൊലപാതകത്തിന്. അപ്പോൾ ആദ്യം കേൾക്കുന്നതല്ല, ചേന്ദമംഗലത്ത് നമ്മൾ കേട്ടു, ഇപ്പോൾ രണ്ടാമതും കേട്ടു. നന്നായിട്ടുണ്ട് ശ്രീ BRM ഷഫീർ, ഇത് ഒരു സംഭവം, അവിടെ നടന്നൊരു കാര്യം എന്ന് എഴുതി തള്ളാൻ കഴിയുമോ? അല്ലല്ല ഞാൻ പറഞ്ഞിട്ട് അതിന് ഷാനി ഒരു ഷാനി പറഞ്ഞിട്ട് കുഴപ്പമെന്നറിയാമോ? അല്ലല്ല ഞാനൊന്ന് പറയട്ടെ, ഷാനി പറഞ്ഞിട്ട് പോകാതെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കും. ഒരു വാക്കൂടെ ഷാനി പറഞ്ഞിട്ട് പോകാതെ ഒരു വാക്കെന്ന് താങ്കൾ പറഞ്ഞു, താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു. ചർച്ചയിലുള്ള മറ്റുള്ളവർക്കും സംസാരിക്കണം. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. കേൾക്ക് ഈ 2 പാവപ്പെട്ട കുട്ടികളും അവരുടെ പിതാവും കൂടി ചെന്താമരൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെന്മാറയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അടിച്ചവന്റെ കരണക്കുറ്റി അടിച്ച് പോയിക്കുന്നതിന് പകരം ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറക്കി വിടുകയാണ്. നിങ്ങളല്ലേ കൊടി സുനി ഉൾപ്പെടെയുള്ള TP ചന്ദ്രശേഖരന്റെ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്
പോലീസ് റിപ്പോർട്ടുകളെ മറികടന്നുകൊണ്ട് ജയിലിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി റെക്കോർഡുകൾ തിരുത്തി അവരെ എങ്ങനെയെങ്കിലും തുറന്നു വിടാൻ കഴിയുമോ എന്ന് ആലോചിച്ച നിങ്ങളല്ലേ? രണ്ട്, നമ്മളെല്ലാവരെയും കണ്ണുവെട്ടത് ശ്രീ അനിൽകുമാർ ഉൾപ്പെടെ കണ്ണുവെട്ടത് കണ്ടതാണ്. ശ്രീ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഗൺമാൻ തലക്കടിച്ച് ഒരു ചെറുപ്പക്കാരന്റെ തലയിലെ ചോര ചിന്തിക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് കേരള പോലീസ് എന്നാണ്. അല്ലല്ല, ഇതാണ് ചർച്ച. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചർച്ച. അങ്ങനെ പോകണ്ട. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചർച്ച. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചർച്ച. കേട്ടോടാ പുന്നാര മോനെ. ഞാൻ ശ്രീ പിണറായി വിജയനെതിരായി വിരൽ ചൂണ്ടുകയാണ്. ആഭ്യന്തര പരിക്ക് പതിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങി പോണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.